പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 26ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നിശാപതി മിന്നിക്കിലും സ്വതനു ഒന്നിങ്കലേറി ഗണനം വൃന്ദിക്കിലും ഗുഹനെ വന്ദിച്ചു വാഴ്ത്തുവതിനും നിദ്രനെന്ന നിലയിൽ കുന്നിച്ചെഴും പളനി കുന്നിന്ദ്ര ഷഡ്വദന മന്ദസ്മിത പ്രഭകളാൽ ഒന്നിങ്ങു മന്മനസി വന്നങ്ങുദിപ്പതിനു വന്ദിച്ചിടുന്നു സതതം. ഇന്നിശാപതി മിന്നിക്കിലും സ്വതനു ഒന്നിങ്കലേറി ഗണനം വൃന്ദിക്കിലും ഗുഹനെ വന്ദിച്ചു വാഴ്ത്തുവതിനുന്നിദ്രനെന്ന നിലയിൽ കുന്നിച്ചെഴും പഴനി കുന്നിന്ദ്ര ഷഡ്വദന മന്ദസ്മിത പ്രഭകളാൽ ഒന്നിങ്ങു മന്മനസി വന്നങ്ങുദിപ്പതിനു വന്ദിച്ചിടുന്നു സതതം. ഇതാണ് ശ്ലോകം. ഇന്നിശാപതി, ഇന്ന് ഈ നിശാപതി, നിശാപതി എന്ന് പറയുന്നത് ചന്ദ്രനാണ്. മിന്നിക്കിലും പ്രകാശവാനായി കാണപ്പെടുന്നുണ്ടെങ്കിലും സ്വതനു ഒന്നിങ്കലേറി, സ്വന്തം കലകളിൽ ഒന്നായി ചുരുങ്ങി, ഗണനം വൃന്ദിക്കിലും പക്ഷഗണന പ്രകാരമുള്ള കാലം മുന്നോട്ട് കുതിച്ചാലും ഗുഹനെ വന്ദിച്ചു വാഴ്ത്തുവതിന്, ഗുഹഭാവം കൊണ്ട് വിരാജിക്കുന്ന സുബ്രഹ്മണ്യനെ വാഴ്ത്തുവാനായി ഉന്നിദ്രൻ എന്ന നിലയിൽ, എല്ലായ്പ്പോഴും ഉണർന്നിരിക്കുന്നവനെന്ന നിലയിൽ, കുന്നിച്ച് കുന്നുപോലെ വർദ്ധിതമായി ഉയർന്നു വരുന്ന പളനി കുന്നിന്ദ്ര ഷഡ്വദന, പളനിക്കുന്നിൻ്റെ ഇന്ദ്രനായ ഷൺമുഖൻ്റെ മന്ദസ്മിത പ്രഭകളാൽ, പുഞ്ചിരിയുടെ പ്രഭകളാൽ, മന്മനസി എൻ്റെ മനസ്സിൽ, ഒന്നിങ്ങു വന്നുദിപ്പതിന്, ഒന്ന് വന്നുദിക്കുന്നതിനായി വന്ദിച്ചിടുന്നു സതതം, ഞാൻ എല്ലായ്പ്പോഴും വന്ദിക്കുന്നു. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ഇന്ന് പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ കലകളായി നേർത്ത് ഇല്ലാതായാലും പക്ഷഗണന പ്രകാരമുള്ള കാലം അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അത് പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. ഈ ദൃഷ്ടാന്തത്തെ അവലംബമാക്കി ഗുഹഭാവത്തിൽ വിരാജിക്കുന്നവനും സർവസമയവും ഉന്നിദ്രനായി വർത്തിക്കുന്നവനുമായ പളനിക്കുന്നിൻ്റെ ഇന്ദ്രനായി കുന്നിച്ചെഴുന്നു വരുന്ന ഷൺമുഖൻ്റെ പ്രഭാവപ്രകാശം എൻ്റെ മനസ്സിൽ ഉദയം ചെയ്യുന്നതിനായി ഞാൻ സദാ വന്ദിക്കുന്നു. വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ഏറെ പ്രയാസമുള്ള ഒരു ശ്ലോകമാണിത്. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെ ആസ്പദമാക്കിയുള്ള കാലഗണനയെ ദൃഷ്ടാന്തമാക്കി സുബ്രഹ്മണ്യ തത്വത്തെ സൃഷ്ടിന്മുഖ സംഹാരപ്പൊരുളായ ശൈവതത്വമായി എങ്ങനെ സാക്ഷാത്കരിച്ചെടുക്കാമെന്നും അതിലൂടെ പ്രായോഗിക അദ്വൈതത്തെ എങ്ങനെ അരക്കിട്ടുറപ്പിക്കാമെന്നുമാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. വിശ്വപ്രപഞ്ചം സൃഷ്ടിന്മുഖ സംഹാരാത്മകമാണ്. അതെപ്രകാരമാണെന്ന കാര്യം ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെ ദൃഷ്ടാന്തീകരിച്ചുകൊണ്ടാണ് ഗുരു സമർത്ഥിച്ചു തരുന്നത്. ചന്ദ്രൻ സ്വയം പ്രകാശന ശേഷിയില്ലാത്ത ഒരു ഗ്രഹമാണ്.
ചന്ദ്രൻ്റെ ഉപരിമണ്ഡലത്തിൽ പതിക്കുന്ന സൂര്യാഗ്നിയുടെ പ്രതിഫലിത പ്രകാശമാണ് ചന്ദ്രബിംബമായി നാം കാണുന്നത്. സൂര്യനെയും ഭൂമിയെയും ഒരേ സമയം വിപരീത ദിശകളിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ 30 ദിവസം കൊണ്ട് ഭൂമിയെ ഒരു പ്രാവശ്യം വലം വയ്ക്കും. ഈ കാലയളവിൽ ഓരോ ദിവസവും ചന്ദ്രൻ്റെ ഓരോ കലകൾ നാം അധിവസിക്കുന്ന ഭൂപ്രദേശത്തിന് അഭിമുഖമായി വരുന്നു. പൗർണമി നാളിൽ ചന്ദ്രൻ്റെ മുഴുവൻ ഭാഗവും നാം അധിവസിക്കുന്ന ഭൂപ്രദേശത്തിന് അഭിമുഖമായി വരുന്നു. പിറ്റേന്ന് മുതൽ ചന്ദ്രൻ്റെ 16 കലവീതം നമുക്ക് പ്രതിമുഖമായി കൊണ്ടിരിക്കും. പൗർണമി, പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി എന്നിങ്ങനെ 14 ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ചന്ദ്രൻ്റെ ഒരു കല പോലും നമുക്ക് ദർശിക്കാനാവില്ല. ആ ദിവസത്തെ അമാവാസി എന്നാണ് നാം വിളിക്കുന്നത്. അമാവാസി പിറ്റേന്ന് മുതൽ ചന്ദ്രൻ്റെ ഓരോ കലകൾ വീണ്ടും ദൃശ്യമായി തുടങ്ങും. 14 ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടും. പൗർണമി പിറ്റേന്ന് മുതൽ അമാവാസി വരെയുള്ള ദിവസങ്ങൾ ചന്ദ്രൻ്റെ ക്ഷയകാലവും അമാവാസി പിറ്റേന്ന് മുതലുള്ള 14 ദിവസങ്ങൾ വൃദ്ധികാലവുമാണ്. ഈ കാലയളവിനെ യഥാക്രമം കറുത്തപക്ഷം എന്നും വെളുത്തപക്ഷം എന്നും നാം വിശേഷിപ്പിക്കുന്നു. കറുത്ത പക്ഷത്തിൽ നിത്യേന ചന്ദ്രൻ്റെ ഓരോ കലകൾ ക്ഷയിക്കുന്നതായും വെളുത്ത പക്ഷത്തിൽ ഓരോ കലകൾ വൃദ്ധി പ്രാപിക്കുന്നതായും നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ചന്ദ്രന് വാസ്തവത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സൂര്യപ്രഭയാണ് ചന്ദ്രപ്രഭയായി നമുക്ക് അനുഭവപ്പെടുന്നത്. സ്വയം പ്രകാശന ശേഷിയില്ലാത്ത ചന്ദ്രൻ്റെ നിശേഷ പദവിയും വൃദ്ധിക്ഷയങ്ങളും സസൂക്ഷ്മം പരിശോധിച്ചാൽ പളനീശഭാവം പൂണ്ട് വിരാജിക്കുന്ന സുബ്രഹ്മണ്യ തത്വപ്രഭാവത്തെ ശൈവതത്വപ്പൊരുളായ സൃഷ്ടിന്മുഖ സംഹാരാത്മകതയുടെ ഗുഹനം ചെയ്യപ്പെട്ട താത്വിക രഹസ്യമായി വെളിപ്പെടുത്തിയെടുക്കാൻ അത് സഹായകമാണ്. എപ്രകാരമാണോ സൂര്യാഗ്നി ചാന്ദ്രപ്രകാശമായി പകർന്നാടുകയും ചന്ദ്രൻ്റെ ഭ്രമണം പക്ഷഗണന പ്രകാരമുള്ള കാലചക്രപ്രവാഹത്തിന് കാരണഭൂതമായി ഭവിക്കുകയും ചെയ്യുന്നത്, അപ്രകാരം സൃഷ്ടിന്മുഖ സംഹാരപ്പൊരുളായ ശൈവതത്വപ്രഭാവത്താലാണ് പ്രാപഞ്ചികമായ സർവ്വതിൻ്റെയും സൃഷ്ടിസ്ഥിതിലയ നൈരന്തര്യം ഭാസിതമായി തീരുന്നത് എന്നാണ് ഗുരു സമർത്ഥിച്ചിരിക്കുന്നത്. പളനിക്കുന്നും പളനിവാസനായ സുബ്രഹ്മണ്യനും യഥാക്രമം വിശ്വപ്രപഞ്ചത്തെയും അതിനെ വർദ്ധിപ്പിക്കുന്ന വിശ്വാത്മ തേജസ്സിനെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത്. സുബ്രഹ്മണ്യൻ്റെ മന്ദസ്മിത പ്രഭയെ ധ്യാനവിഷയമാക്കി വിശ്വസംരചനാ ചിത്രം വരഞ്ഞിട്ടിരിക്കുന്ന ഒരു വാങ്മയ ശില്പമായി ഈ ശ്ലോകം എഴുന്നു നിൽക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.